ഇതിൻ്റെ കംപ്ലീറ്റ് പിറകിൽ ചുക്കാൻ വലിച്ചിരിക്കുന്ന പാകിസ്ഥാൻ ആർമി ചീഫാണ്. ആൻറ്റി ഇന്ത്യൻസ് അതിനകത്ത് പാകിസ്ഥാൻകാരുണ്ട്, ഇന്ത്യക്ക് അകത്ത് തന്നെ നിന്നുകൊണ്ട് ഇന്ത്യക്ക് എഗൻസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ. ഇവരുടെ എല്ലാം ഒരു കലക്റ്റീവ് അജണ്ടയായിരുന്നു ഈ അറ്റാക്ക് എന്ന് പറയുന്നത്, ഇന്നലത്തെ അറ്റാക്ക്. എന്നിട്ട് അവർ പോയി ക്ലെയിം ചെയ്യുക ഈ അറ്റാക്ക് ചെയ്തത് ഞങ്ങളാണ് എന്നുള്ളതല്ല ഈ ഒരു അറ്റാക്കിൻ്റെ ഉദ്ദേശം. പെഹൽഗാമിൻ്റെ ടൂറിസം സ്റ്റോപ്പ് ചെയ്യുക, അതേ സമയത്ത് തന്നെ അമർനാഥ് യാത്ര തുടങ്ങാൻ പോവുകയാണ്, അതിനെയും കൂടെ ബ്ലോക്ക് ചെയ്യുകയാണ് അവർ. ഇവിടെ ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവനും CAA-NRCക്കും വേണ്ടി സംസാരിക്കുന്നവനും എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും നേരമായിട്ട് ഒരുത്തനും ഒരു വാതുറക്കുന്നില്ല? എൻ്റെ ഓൺലി ഫോർ ദ അറ്റാക്ക് അഗെയിൻസ്റ്റ് മോദി. എൻ്റെ ആളുകൾക്ക് വേദനിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കുമെന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ്. അതിന് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ചോ. അദ്ദേഹത്തിൻ്റെ പവർ കൊണ്ടാണ് ഇന്ന് ആ ബോർഡറിൽ പ്രശ്നങ്ങളില്ലാതെ പോകുന്നത്. കാരണം അവിടുന്ന് ഒരു ഉണ്ട വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് 100 അങ്ങ് പോകും. ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, അവിടെ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗും എടുത്തുകൊണ്ടാണ് കാശ്മീരി ജനത റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അവരെന്താ പറയുക, ഇന്ത്യക്കാരാണ്. ഇന്ന് അവർ ഇന്ത്യക്കാരായി. അത് തന്നെ വലിയൊരു സൈനല്ലേ ഇത്. അതിനെ നിങ്ങൾ തകർക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഞാനിപ്പോൾ അവിടുത്തെ ലോക്കൽ സൈഡിൽ സംസാരിച്ചു. അവരൊക്കെ സങ്കടത്തോടുകൂടി പറയുന്ന രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല സാർ. അവനവിടെ പോയിട്ട് അവൻ ഈ വെടിശബ്ദം കേട്ട സമയത്ത് അവനവിടെ പോയി. പിന്നെ അവൻ പറയുന്നത് സാറേ എനിക്കത് പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് ഞാനവിടെ കണ്ടതെന്നുള്ളത്. ഒരു റിറ്റാലിയേഷൻ ഉണ്ടാവും തന്നെയാണോ? ഒരു സംശയമില്ല, അത് 100% ഉണ്ടായിരിക്കും ആ റിറ്റാലിയേഷൻ. സാറിൻ്റെ പേരുൾപ്പെടെ പറഞ്ഞതുകൊണ്ടാണ്. എൻ്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് എന്നെ തെറി വിളിച്ചു കഴിഞ്ഞാൽ അതാരായാലും അവൻ്റെ കവാലക്കുറ്റി ഞാൻ അടിച്ച് പൊട്ടിച്ചിരിക്കും. രാജ്യസഭത്തിന് വ്യാഖ്യാനിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്കൊന്നും നമ്മൾ മറുപടി കൊടുക്കരുത്. ഞാനിതിന് എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഐ ഗോട്ട് ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. പഹൽഗാം ഇൻസിഡൻസിൻ്റെ വെളിച്ചത്തിൽ മേജർ രവി സംസാരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഈ ഒരു ഇൻസിഡൻസ് മൊത്തത്തിൽ കാശ്മീരിൻ്റെ ഒരു ടൂറിസ്റ്റ് സ്വഭാവത്തെ മൊത്തത്തിൽ ബാധിച്ചു. അതിനങ്ങനെ വേണ്ട മനസ്സിലാക്കാൻ. 100%. കാരണം അതാണ് അവരുടെ എയിം എന്ന് പറയുന്നത്. ഇതിലൊരു മൾട്ടിപ്പിൾ ഡയമെൻഷനാണ് ഈ ഒരു അറ്റാക്കിനെ ഞാൻ കാണുന്നത്. ബിക്കോസ് ഇത് വെറും ഒരു അറ്റാക്ക് ചെയ്തിട്ട് അങ്ങ് പോവുക, ഓടിപ്പോവുക, എന്നിട്ട് അവർ പോയി ക്ലെയിം ചെയ്യുക ഈ അറ്റാക്ക് ചെയ്തത് ഞങ്ങളാണ് എന്നുള്ളതല്ല ഈ ഒരു അറ്റാക്കിൻ്റെ ഉദ്ദേശം. ഇതിനകത്ത് വളരെ നിരപരാധികളായിട്ടുള്ള വ്യക്തികൾ, അതും കാശ്മീരികളല്ലാത്തവർ, ഈവൻ ഫോറിനേഴ്സിനെ അടക്കം കൊന്നിട്ട് ഇൻ്റർനാഷണൽ ന്യൂസ് അടക്കം അവർ പിടിച്ചു പറ്റിയിപ്പോൾ. കാരണം ഇങ്ങോട്ട് നിങ്ങൾ ടൂറിസത്തിനായിട്ട് ഇനി അങ്ങോട്ട് പോകല്ലേ, ഇതാണ് ഇൻഡയറക്റ്റ്ലി കൊടുക്കുന്നൊരു മെസ്സേജ്. പെഹൽഗാം പോലെയുള്ളൊരു സ്ഥലത്ത്, അതുപോലെ തന്നെ അവിടുത്തെ മെയിൻ സ്പോട്ടുകളെന്ന് പറയുന്നത് പെഹൽഗാം, അല്ലെങ്കിൽ ഉള്ളാർ ലേക്ക്, സോൺമർഗ്, ഗുൽമർഗ്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് ഈ ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബെന്ന് പറയുന്നത്. പിന്നെ ഡൽ ലേക്കും ശ്രീനഗറൊക്കെ അങ്ങോട്ടേക്കും, അത് ഹാർട്ട് ഓഫ് ദ ടൗൺ. അപ്പോൾ അവിടെ പെഹൽഗാമിൽ ഇതുപോലൊരു അറ്റാക്ക് നടത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ ശ്രീനഗറിൽ പോയി കഴിഞ്ഞാൽ പെഹൽഗാമിൽ പോകാത്ത ടൂറിസ്റ്റുകൾ ഉണ്ടാവില്ല. കാരണം അവർക്ക് കാണണം അത് ഈ അമർനാഥ് യാത്രയ്ക്ക് പോകുന്നത് എവിടെ നിന്നാണ്, അതിൻ്റെ ബേസ് എവിടെയാണ്, പിന്നെ മാക്സിമം ടൈം അവിടെ സ്നോ കാണാൻ സാധിക്കും. പെഹൽഗാമിൽ പോയിട്ട് കുറച്ചുകൂടെ അങ്ങ് കിസ്വാർ ആ സൈഡിലോട്ട് ഇങ്ങനെ നടന്നിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് മാർച്ച് ഏപ്രിൽ വരയ്ക്കും, ജനുവരിയിലുള്ള സ്നോ പോലും അവിടെ മാർച്ച് ഏപ്രിൽ വരയ്ക്കും കിട്ടും. അപ്പോൾ ആളുകൾക്ക് പോയി കളിക്കാനൊക്കെ പറ്റുന്നു. അപ്പോൾ അതുകൊണ്ട് പെഹൽഗാം ഈസ് എ മോസ്റ്റ് അട്രാക്റ്റഡ് പ്ലേസ് ഫോർ ദിസ്. പണ്ടത്തെ നിങ്ങളുടെ ഹിന്ദി സിനിമകളിൽ ഒരു പാട്ടെങ്കിലും അവിടെ ചെയ്യാത്തതില്ല, രാജ് കപൂറിൻ്റെയൊക്കെ ടൈമിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇതുപോലൊരു അറ്റാക്ക് നടത്താമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ടൂറിസത്തിനെ ഹാം ചെയ്യും. ഇവിടെ നിങ്ങൾ ടൂറിസത്തിന് ഇങ്ങനെ ഫ്രീ ആയിട്ട് വരില്ലേ, അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ന് കാശ്മീരീസ് ആർ വെരി ഹാപ്പി. ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, അവിടെ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗും എടുത്തുകൊണ്ടാണ് കാശ്മീരി ജനത റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. വന്ദേ മാതരം എന്നും പറഞ്ഞുകൊണ്ട് ഈ അറ്റാക്കിനെ കണ്ടം ചെയ്തിട്ട്. നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുമായിരുന്നു ഒരു 3 വർഷം മുന്നേ? 370 ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞതിന് ശേഷമല്ലേ അവർക്ക് മനസ്സിലായത് എന്താണ് ആക്ച്വൽ ലൈഫ് എന്നുള്ളത്. അതുവരയ്ക്ക് ഇവർ മുഫ്തി മുഹമ്മദിൻ്റെ ഫാമിലിയുടെയും അതുപോലെ തന്നെ സൈദിയുടെ മെഹബൂബ സൈദിയുടെ ഫാമിലിയുടെയും
കുത്തകയിലിരുന്നിരുന്ന കാശ്മീരാണ്. ആ കാശ്മീരിനെയാണ് പുറത്ത് കൊണ്ടുവന്നത്. അത് മോദി ഗവൺമെൻറ് ജനങ്ങൾക്ക് സമർപ്പിച്ചു. ജനങ്ങൾക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, മക്കളെ ഇതാണ് കാശ്മീർ, ഇതാണ് നിങ്ങളുടെ കാശ്മീർ. ഇതിനകത്ത് ഈ 370 ആർട്ടിക്കിളൊന്നും വെച്ചുകൊണ്ട് 2 ഫാമിലീസും മാത്രം എൻജോയ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തിരുന്ന കംപ്ലീറ്റ് സബ്സിഡി പൈസ മുഴുവൻ ഇവർ ഭരിക്കുന്ന സമയത്ത് അവർ തീരുമാനിക്കുന്നതാണ് സെക്രട്ടറിയിൽ നിന്ന് എത്ര പൈസ പുറത്തേക്ക് പോകണം എന്നുള്ളത്. അതുകൊണ്ട് എന്താ ഉണ്ടായത്? കാശ്മീർ നെവർ ഗോട്ട് ഡെവലപ്ഡ്. അവിടെ റോഡുകളില്ലായിരുന്നു, വെള്ളത്തിൻ്റെ പൈപ്പുകളില്ലായിരുന്നു, ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. അപ്പം മലമുകളിലൊക്കെ ഉള്ളവർ അവരൊക്കെ കഷ്ടപ്പെട്ട ജീവിതം തന്നെയായിരുന്നു. ഒരു ബൈക്ക് പോലും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ. അങ്ങനെയുള്ള കാശ്മീരിനെയാണ് ഇപ്പം റീസെൻ്റ്ലി കഴിഞ്ഞൊരു 10 വർഷത്തിനകത്ത് മാറ്റിയെടുത്തത്. അങ്ങോട്ടുള്ള ഒരു റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് കോൺവോയ് പോകുന്ന സമയത്ത് ഇറ്റ് ഓൾമോസ്റ്റ് ടേക്ക് 16 hours. കാലത്ത് 4 മണിക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ, ജമ്മുവിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴത്തേക്ക് 8 മണിയാവും. ആ സംഭവമാണ് ഇപ്പോഴത്തെ ഈ റോഡ് വികസനം കൊണ്ട് 6 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കുറഞ്ഞാൽ തന്നെ ഡെവലപ്മെൻറ്റ് കൂടി, അത്രയും നമുക്ക് വർക്കിംഗ് അവേഴ്സ് കിട്ടുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് തല്ലി തകർത്തിക്കുന്ന ഈ ഒരു അറ്റാക്ക് കാരണം. ഞാനിപ്പോൾ അവിടുത്തെ ലോക്കൽ സൈഡിൽ സംസാരിച്ചു. അവരൊക്കെ സങ്കടത്തോടുകൂടി പറയുന്നത്, രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല സാർ. അവനവിടെ പോയിട്ട്, അവൻ ഈ വെടിശബ്ദം കേട്ട സമയത്ത് അവനവിടെ പോയി. പിന്നെ അവൻ പറയുന്നത്, സാറേ എനിക്കത് പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് ഞാനവിടെ കണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇനി ടൂറിസ്റ്റുകളും കൂടി വരരുത്. ആർക്കാണ് ഇതിൽ ഇൻട്രസ്റ്റ്? ആക്ച്വലി ആൻറ്റി ഇന്ത്യൻസ് അതിനകത്ത് പാകിസ്ഥാൻകാരുണ്ട്, ഇന്ത്യക്ക് അകത്ത് തന്നെ നിന്നുകൊണ്ട് ഇന്ത്യക്ക് എഗൻസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇവരുടെ എല്ലാം ഒരു കലക്റ്റീവ് അജണ്ടയായിരുന്നു ഈ അറ്റാക്ക് എന്ന് പറയുന്നത്, ഇന്നലത്തെ അറ്റാക്ക്. എൻ്റെ ഒരു പെർസെപ്ഷൻ, കാരണം ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് എന്തെല്ലാം ഉണ്ടാക്കിയിരുന്നു. ലാർജർ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അറ്റാക്ക് കൊണ്ട് അവർ കാശ്മീരിൻ്റെ എക്കണോമി തകർക്കാൻ നോക്കുക. ടൂറിസം സ്റ്റോപ്പായി കഴിഞ്ഞ 2 വർഷം അവിടുത്തെ ലോക്കൽ ജനത ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പണവും സമ്പത്തും അവരുടെ ബിസിനസ്സുകളും അതെല്ലാം അങ്ങ് തകർക്കാൻ സാധിക്കും. ടൂറിസ്റ്റുകൾ ഇപ്പോൾ സീസൺ വരാൻ പോകണം. ഈ സമ്മർ സീസൺ ആകുമ്പോഴത്തേക്ക് അവിടെ നിറയും. ഫ്ലവേഴ്സിൻ്റെ സീസണായി, ട്യൂലിപ്പിൻ്റെ സീസണായി, അതുപോലെ തന്നെ സാഫ്രൻ്റെ സീസൺ, ഇതെല്ലാം വരുന്ന സമയത്ത് ടൂറിസ്റ്റുകൾ ഇങ്ങനെ കുമിഞ്ഞു കൂടോടെ ലക്ഷക്കണക്കിന്. കഴിഞ്ഞ വർഷം അത് കോടിക്കണക്കിനായിരുന്നു, 2.5 കോടികളുണ്ടായിരുന്നു. 2.5 കോടിയിൽ നിങ്ങൾ ഒരാളുടെ അടുത്തുനിന്ന് നിങ്ങളൊരു 100 രൂപ പോലും പ്രോഫിറ്റ് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഇമാജിൻ 2.5 കോടി ഇൻറ്റു 100 എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 2,000 പ്ലസ് കോടികളാണ് ഈ വരുന്നത്. ഇതൊക്കെ അവിടെ കാശ്മീരിലെ ജനങ്ങൾക്കാണ് ഈ പോകുന്നത്. അതാണ് ഇപ്പം ജനങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് എടുത്തുകൊണ്ട്. ബിക്കോസ് ദേ റിയലൈസ് ഈ മിലിറ്റൻസി അവരുടെ ജീവിതം മുഴുവൻ തകർത്ത് കഴിഞ്ഞിരുന്നു ഇത്രയും വർഷങ്ങളോളം. ഇതിൽ നിന്ന് അവർ കണ്ണുറക്കുന്നത് ഈ ഓപ്പണായിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടിയപ്പോഴാണ്, ഇതുപോലെ ബിസിനസ്സുകൾ തുടങ്ങിയപ്പോഴാണ് അവർക്ക് അവരുടെ ഓപ്പൺ ഫീലിംഗ് കിട്ടിയത്. അപ്പോൾ അതിനെ തകർക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാശ്മീരിലത്തെ ജനത മുഴുവൻ ഒന്നടങ്കം എതിർക്കുകയാണ് അവർ. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, നിങ്ങൾ ഹർത്താലിനൊക്കെ ആഹ്വാനം ചെയ്യും, ഇതുപോലെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അവരെന്നെ ആഹ്വാനം ചെയ്തിട്ട് ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കി അതൊക്കെ ചെയ്യും. ഇന്ന് എനിക്ക് കിട്ടിയത് പുൽവാമ സെക്ടറിലും അതുപോലെ തന്നെ ഷോപ്പിയാനിലും ടോട്ടൽ സന്നാട്ടാണ്. സന്നാട്ട എന്ന് പറഞ്ഞാൽ ഒരു മൂകതാണ്. ആരും കട തുറന്നിട്ടില്ല സർ. അവൻ പറയുന്നത് അങ്ങനെയാണ്, എല്ലാം ഇങ്ങനെ ഇരിക്കുന്നു മൂകരായിട്ട്, എന്ത് പറയണമെന്ന് അറിയാതെ ഇരിക്കണം. ഒരിക്കലും ലോക്കൽസ് ഇങ്ങനെ ഇരിക്കില്ല. ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അവർ പിറ്റേ ദിവസം തൊട്ട് പണിയെടുക്കുക. അവർക്ക് ഇഷ്ടമായിരുന്നു അന്നൊക്കെ. അന്ന് മിലിറ്റൻസി അവർ മിലിറ്റൻസിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ന് സപ്പോർട്ടില്ലാതെയാണ് ഇവർ കടടച്ചിട്ട് അവർക്ക് എഗൻസ്റ്റായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അത് തന്നെ വലിയൊരു സൈനാണ്. ആ സൈൻ ആണ് ഇവർ തകർക്കാൻ ആഗ്രഹിച്ചതും. അത് എത്രത്തോളം ഫലവത്താവുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാരണം ഇന്ന് കാശ്മീരി ജനത അവരുടെ കൂടെയല്ല. അങ്ങനെ വരുന്ന സമയത്ത് ഡെഫിനറ്റായിട്ടും ദേ വിൽ ബി ദ ഫൈറ്റേഴ്സ്. അവർ തരും നമുക്ക് ഇൻഫർമേഷൻ, അവർ തരും നമുക്ക് ഇൻ്റലിജൻസ്. അപ്പോൾ ഇവന്മാരുടെ മൂവ്മെൻറ്റ്സിനെ കട്ട് ചെയ്യും. ഇന്ന് അവർ നമ്മളെ പേടിപ്പിക്കാനാണ് ചെയ്തതെങ്കിലും ഇത് കാശ്മീരിനോട് ചെയ്തിട്ടുള്ളൊരു അറ്റാക്കല്ല, ഇത് ഇന്ത്യയോട് ചെയ്തിട്ടുള്ളൊരു അറ്റാക്കാണ്. അത് നമ്മൾ വെറും പേൽഗാമിൽ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഓവറോൾ അവരുടെ ആഗ്രഹം എന്തായിരുന്നു, ഇവിടെ ഹിന്ദു മുസ്ലിം റിഫ്റ്റ് ഉണ്ടാക്കുക, റൈറ്റ്സ് ഉണ്ടാക്കിക്കുക. കാരണം അവിടെ കാണിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ട് കാണില്ല, എല്ലാം ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നൊക്കെ ചോദിച്ചു.
അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ടോട്ടൽ ഓൾ ഓവർ ഇന്ത്യയിൽ ഇതിൻ്റെ പേരിൽ ഒരു മാനസികമായിട്ട് ഈ രണ്ട് പാർട്ടിക്കാർക്കും മനസ്സിനകത്ത് വിദ്വേഷവും അതുപോലെ തന്നെ ഒരു പേടിയും. ഇപ്പോൾ ഒരു മുസ്ലിമാണ്, ടെററിസ്റ്റാണ് അവിടെ ചെയ്തിരിക്കുന്നത്, നീ ഹിന്ദു ആണോ എന്ന് ചോദിച്ചിട്ട് അവനെ വെടിവെച്ച് വന്നു. ഇതിൻ്റെ റിപ്രക്കഷൻ്റെ അലകൾ അടിക്കുന്നത് ഫുൾ ഓൾ ഓവർ ഇന്ത്യയിലാണ്. പഴയ കാലമായിരുന്നെങ്കിൽ പെട്ടെന്ന് നമ്മൾ വൈകാരികമായിട്ട് ആരും ചിന്തിക്കാറില്ല, അതാണ് അവർ വിചാരിച്ചത്. പക്ഷെ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസൊക്കെ ഈ പോയിൻ്റ് പെട്ടെന്ന് നമ്മൾ പുറത്തേക്ക് ഇടുകയാണ്. ഇതാണ് ഇവരുടെ ഇൻറ്റൻഷൻ എന്നുള്ളത്. അതുകൊണ്ട് ഇത് ഏക്കില്ല, ജനങ്ങൾ ചിന്തിക്കും, അത് പറഞ്ഞ് ശരിയല്ലേ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഈ കാണുന്നതും അല്ലെങ്കിൽ വായിക്കുന്നതും അല്ല അതിൻ്റെ സത്യങ്ങൾ. നിങ്ങൾ കണ്ടപ്പം വെറൊരു ടെററിസ്റ്റ് അറ്റാക്ക്, ഞാനതിനെ കണ്ടത് വേറൊരു രീതിയിലാണ്. ഇത് വെറൊരു ടെററിസ്റ്റ് അറ്റാക്ക് അല്ലായിരുന്നു. പെൽഗാമിൻ്റെ ടൂറിസം സ്റ്റോപ്പ് ചെയ്യുക, അതേ സമയത്ത് തന്നെ അമർനാഥ് യാത്ര തുടങ്ങാൻ പോവുകയാണ്, അതിനെയും കൂടെ ബ്ലോക്ക് ചെയ്യിക്കുകയാണ് അവർ. അതിനാണ് ഇവർ ചെയ്തിരിക്കുന്നത്, പെഹൽഗാമിൽ കൊണ്ട് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് സോൻമർഗിലും ഗുൽമർഗിലും ചെയ്തില്ല? അത് ഈ അമർനാഥ് യാത്രയെ ബാധിക്കില്ല. അപ്പോൾ ഇവർ കണ്ടിരിക്കുന്ന കണ്ണെന്ന് പറയുന്നത് ഒന്നിൽ നിന്ന് ഒരു കണ്ടിന്യൂസ് റിപ്രക്കഷൻസ്. ഈ സൈഡിൽ കൂടെയുള്ള ഈ ടൂറിസ്റ്റുകൾ മുഴുവൻ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ശ്രീനഗറിൽ പെഹൽഗാമിലേക്കുള്ള ആൾക്കാരുണ്ടാവില്ല. അതുപോലെ തന്നെ പെഹൽഗാം വഴി പോകുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ആ വഴിക്ക് പോവില്ല. പിന്നുള്ള ബാക്കിയുള്ള എന്താണ്, ഇപ്പുറത്തൂടെ പോയി കങ്കൻ വഴിക്ക് സോൺമാർഗ് പോയി അവിടെ നിന്ന് കിസ്ട്വ വാലി കൂടെ കയറി അമർനാഥ് പോകുന്നു. അപ്പം എന്തായി, അവിടെ റഷായി. അപ്പോൾ ആളുകൾ പോകാൻ മടിക്കും. ഇതൊക്കെ കണ്ണ് കണ്ടിട്ട് ഒരു സ്ട്രാറ്റജിക്കൽ അറ്റാക്കാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ബുദ്ധിയില്ല, തലയ്ക്ക് ഒരു ഓണമില്ലാത്ത ഈ തണ്ടികൾക്ക് അവരുടെ തലയിൽ അവരെന്താ വിചാരിച്ചെന്നറിയോ, ഇതിന് കെടുക്കുമ്പോഴത്തേക്കും പഴയ ഇന്ത്യ പോലെ പെട്ടെന്ന് കത്തിയെടുത്ത് കുറേ മുസ്ലിംസ് പുറത്തിറങ്ങും, കുറേ ഹിന്ദുക്കൾ പുറത്തിറങ്ങും, കലാപം തുടങ്ങും എന്നുള്ളതാണ്. ഒന്നും നടന്നില്ല. ബിക്കോസ് അവർ എക്സ്പോസായി ഇപ്പം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതാരാണ് ചെയ്തിരിക്കുന്നത്? പാകിസ്ഥാൻ ആർമി ചീഫിൻ്റെ, ഞാൻ 100% നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ആ ന്യൂസ് കിട്ടും. ഇതിൻ്റെ കംപ്ലീറ്റ് പിറകിൽ ചുക്കാൻ വലിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ആർമി ചീഫാണ്. അവൻ ആ ഗവൺമെൻറ്റിനെ ടോപ്പിൾ ചെയ്യണം. പാകിസ്ഥാൻ ഗവൺമെൻറ് ഇപ്പോൾ ഭരിക്കുന്ന സിവിൽ വോട്ടഡ് ഗവൺമെൻറ്റിനെ ടോപ്പിൾ ചെയ്തിട്ട് മിലിറ്ററി ഭരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടിരിക്കുന്ന നവാസ് ഷെരീഫിൻ്റെ അതേപോലുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണത്. സിയാവുളക്കൻ്റെയും നവാസ് ഷെരീഫിൻ്റെയും അതുപോലുള്ള ആർമി ജനറൽസ് ടേക്ക് ഓവർ ചെയ്തിട്ടുള്ള ആ പവർ ഗ്രീഡഡ് പേഴ്സണാണ് ഇപ്പോഴത്തെ ചീഫ് ഇരിക്കുന്നത്. പക്ഷെ അവർ ടെറർ ഗ്രൂപ്പ് ഓൾറെഡി ഇതിൻ്റെ മൊത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ആരാണ് ഈ ടെറർ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ISI. ആരാണ് ഈ ISI? അത് ഈ ആർമിയുടെ അണ്ടറിലുള്ള വേറൊരു വിങ്ങാണത്. ഇവന്മാരാണ് ഈ ടെററിസം മുഴുവൻ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ആ ISIക്കാർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ആരാണ്? ഇവർക്ക് ഫണ്ട് വരുന്ന എവിടുന്നാണ്? സൊറോസിനെ പോലെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇരുന്നുകൊണ്ട് വളർന്നു വരുന്ന പല രാജ്യങ്ങളെയും തകർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഇൻ്റർനാഷണൽ മാഫിയ, അവരാണ് ഈ പൈസ കൊടുക്കുന്നത്. അപ്പം സൊറോസിൻ്റെ ടാർഗറ്റാണ് ഓൾറെഡി ഇന്ത്യ. ഇന്ത്യ വളർന്നു വരുന്നത് വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇവർ റെസ്പെക്റ്റ് തരുന്നുണ്ട്. നമുക്ക് എന്തുകൊണ്ടെന്നറിയോ, നമ്മൾ വളർന്നൊരു ലെവലിലേക്കാണ് എത്തി. നേരെ മറിച്ച് താഴ്ത്തു തന്നെ അവർക്ക് കട്ടി, അവർ വിചാരിച്ചില്ല ഇങ്ങനെ പെട്ടെന്നൊരു ഷൂട്ടപ്പ് വരുമെന്നുള്ളത്. നമ്മുടെ ഈ പ്രോസ്പെറിറ്റി പണ്ട് നമ്മളൊരു സ്ലോ പേസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഗവൺമെൻറ് ഭരിച്ചിട്ടുണ്ട്, നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഫാസ്റ്റ് പേസിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ കണ്ടു കാണില്ല. എന്ന് നിങ്ങൾ ചോദിക്കുക, എവിടെയാണ് ഈ പൈസ പോകുന്നത്, നമ്മുടെ ടാക്സ് എവിടെ പോകുന്നു? നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങുക, നാഷണൽ ഹൈവേയിലേക്ക് പോകും, അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ട് പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾ അവിടെ പോയി കാണുക, അല്ലെങ്കിൽ എയർപോർട്ടുകളിൽ പോയി കാണുക. ഇവിടേക്കാണ് ഈ ഫണ്ട് പോകുന്നത്. അത് നമ്മൾക്കുള്ള ഫണ്ട് തന്നെയാണത്. നമ്മുടെ ടാക്സ് അവിടെ പോകുന്നുണ്ട്. അല്ല ഇവിടുത്തെ പോലെ അല്ല, അത് എവിടെ പോകുന്നു എന്നുള്ള അറിയുന്നില്ല. അങ്ങനെയല്ല, ചോദ്യം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതാണ് പുറം രാജ്യങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ കാണുന്നത്. അപ്പോൾ പാകിസ്ഥാന് അവിടെ ഇരുന്നുകൊണ്ട് ഇപ്പം നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പൊസിഷനല്ല അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ. അവർ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് ISIക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് കുറച്ച് കിട്ടും. അപ്പോൾ അവർ എന്ത് ചെയ്തു, ആ പഴയ അവരുടെ ബിസിനസ്, ഇവരുടെ ട്രേഡിംഗ് ആയിരുന്നല്ലോ ടെററിസം. ഇവർ ടെററിസം വിൽക്കുമായിരുന്നു. ഇവരുടെ ടെററിസം എങ്ങനെയായിരുന്നു? ഞാൻ കീഴ്ചക്രയിൽ എന്തേ കാണിച്ച അന്നത്തെ യാഥാർത്ഥ്യമാണത്. അഫ്ഗാനിസ്ഥാൻ ജയിലുകളിൽ അന്നത്തെ താലിബാൻ്റെ റൂൾസിന് എഗൻസ്റ്റായിട്ട് ബിഹേവ് ചെയ്തിരുന്ന പല ആളുകളെയും അവരോട് ചോദിക്കാതെ താടി പഠിച്ചവനും അല്ലെങ്കിൽ അവരോട് ചോദിക്കാതെ മീശ പഠിച്ചവനും എല്ലാം പിടിച്ച് ജയിലിടുമായിരുന്നു. എന്നിട്ട് ഓരോ വെള്ളിയാഴ്ച ലംസം എടുത്ത് ഒടിച്ചു കൊല്ലും. അപ്പം അതിൽ നിന്ന്
ആ വെടിവെച്ച് കൊല്ലാൻ പോകുന്ന ആ ചാവാൻ പോകുന്ന മനുഷ്യന്മാരെ പാകിസ്ഥാനിലെ ISIക്കാർ പോയിട്ട് ലേലം വിളിച്ചെടുക്കും. ആ പൈസ താലിബാന് കിട്ടും. ഏറ്റവും അടിമക്കച്ചവടം എന്നൊക്കെ പറയില്ലേ, ആ ജയിലിൽ നിന്ന് ഇവന്മാരെ കൊണ്ടുവരുന്ന സമയത്ത് അവന്മാരെ പറയുന്നത് ഇത്രയേ ഉള്ളൂ: നീ ഇന്ന് മരിച്ചു, ഈ വെള്ളിയാഴ്ച നീ മരിച്ചു, പക്ഷെ ഞങ്ങൾ നിങ്ങൾക്ക് ജീവൻ തരണം. നിൻ്റെ പണി ഇത്രയേ ഉള്ളൂ, കാശ്മീരിൽ പോയിട്ട് ഒരു AK-47 തരും, കുറച്ച് ഇനീഷ്യൽ പൈസയും തരും, ബാക്കിലൊക്കെ നീ അവിടെ നിന്ന് ഉണ്ടായിരിക്കും. പെണ്ണും കിട്ടും, ചാപ്പാടും കിട്ടും, എല്ലാം ഫ്രീ ആണ്, എവിടെ വേണമെങ്കിലും കയറി ചെന്നു. അങ്ങനെ വരുന്നവനാണ് ഈ താലിബാൻ സ്പോൺസേഡ്, താലിബാനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മിലിറ്റൻസിനെ പാകിസ്ഥാൻ ISI ത്രൂ കൊണ്ടുവന്ന് കാശ്മീരിൽ ഇറക്കിയത്. അപ്പോൾ അവിടുത്തെ കാശ്മീരിൽ ഇറക്കുന്ന അവനെന്ത് ഇസ്ലാം, അവനെന്ത് ഹിന്ദു, എന്ത് മുസൽമാൻ, ഒന്നുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവന് പെണ്ണ് വേണം, പണം വേണം, അധികാരം വേണം. ഈ പറഞ്ഞ പോലെ തന്നെ വെറുതെ ആളെ കിട്ടിയാലും വെടിവെച്ച് വന്നു അവിടെ ഒരു ടെററൊക്കെയാണ് ഫീൽ ചെയ്തത്. ഇതാണ് ഇവിടുത്തെ ആക്ച്വലി കാശ്മീരി മിലിറ്റൻസി നടന്നിരുന്നത്, അല്ല ലോക്കൽസ് അല്ല. പക്ഷെ ഇതിൽ എഫക്റ്റ് ആയത് ആർക്കാണ്? ലോക്കൽസിന്. ആ ലോക്കൽസിന് എഫക്റ്റ് ആയത് എങ്ങനെ? കച്ചവടമില്ല. അവർക്കൊരു ആപ്പിൾ സീസണിൽ പോലും അത് കറക്റ്റായിട്ട് വിറ്റ് കളയാൻ പറ്റുന്നില്ല. അവർക്ക് ടോട്ടൽ അടിമത്തത്തിൽപ്പെട്ടു. പുറത്തുനിന്ന് പോകുന്നവൻ അവൻ പറയുന്ന പൈസയ്ക്ക് അതിന് വാങ്ങിച്ചിട്ട് പോകും. 10 രൂപ അല്ലെങ്കിൽ 8 രൂപയ്ക്കൊക്കെയാണ് 1 കിലോ കാശ്മീർ ആപ്പിൾ അവിടുന്ന് വിറ്റ് പോകുന്നത്. അതെങ്ങനെയാണ്? കാരണം ഈ ട്രാൻസ്പോർട്ടേഷനിൽ 1.5 ലക്ഷത്തോളം രൂപ ഒരു ട്രക്കിന് ചണ്ഡീഗഡ് വരെ എത്താൻ വേണം. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പറയാനുണ്ടായിരിക്കും. അപ്പോൾ ഈ എക്കണോമിക്കൽ സ്റ്റാറ്റസ് മാറിയത് എപ്പോഴാണ്? 370 ആർട്ടിക്കിൾ പോയപ്പം ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങി. ഓരോ ടൂറിസ്റ്റിൽ നിന്നും അത് 1, 10, 100, 1000, ലക്ഷങ്ങളായി, കോടികളായി. ഇത് പെട്ടെന്നാണ് ഇവൻ്റെ പോക്കറ്റിൽ പൈസ വരാൻ തുടങ്ങിയത് കാശ്മീരീസിന്. ഷിക്കാരിക്ക് വേണ്ടിയിട്ട് അവൻ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, ആൾക്കാരെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർ അത്രയും അവന് ഷിക്കാരില്ല, ആ ലെവലായിപ്പോയി. മറ്റത് ആ ഷിക്കാര 1, 2, 3 പറഞ്ഞിങ്ങനെ സ്റ്റാൻഡുകളുണ്ട് അവിടെ. അതിൽ നമുക്കതിന് മുമ്പ് കൂടെ പോകാൻ പറ്റില്ല. അവന്മാർ പിടിച്ചു വലിക്കുകയായിരിക്കും ഓരോരുത്തർ. ഒന്ന് വാ അവസാനം 500 തുടങ്ങിയിട്ട് 100 വരയ്ക്ക് എത്തും, 50 വരയ്ക്കും എത്തും. ഒന്ന് വന്ന് കയറി 1 മണിക്കൂറൊന്ന് തുഴഞ്ഞിട്ട് വരാം. ആ സ്റ്റേജിൽ നിന്ന് ഇപ്പം മാറി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഷിക്കാരില്ല. ആദ്യമേ നമ്മൾ പറയണം 4 ഷിക്കാര വേണം നിങ്ങൾക്ക്. അപ്പം എന്തായി? ഒരു ദിവസത്തിൽ നീ 1 മണിക്കൂർ ഇങ്ങനെ പോകുന്ന സമയത്ത് 400 രൂപ നിനക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നീ 8 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി, ഗ്യാപ്പ് ഇട്ടിട്ട്. 32 രൂപ എൻ്റെ കയ്യിൽ വന്നില്ലേ? ഈ ലെവലിക്കായി സീസണിൽ ഇവന്മാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ, ഒരു മാസത്തിൽ ഇവന്മാർ 1 ലക്ഷം 1.5 ലക്ഷം രൂപ കാശുണ്ടാക്കുകയാണ്. ഇതിവർ പഠിച്ചു. മറ്റത് ബെക്ബോറോ സ്റ്റീൽ ഇന്നലെ 1000, 2000 ഇതൊക്കെ വെച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് പോയിരുന്നവരാണ്. അതാണ് കഴിഞ്ഞ വർഷം ഇവർക്കാണ്ട് കയറി മനസ്സിലായി, ഇതാണ് ജീവിതം. അവിടെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏത് പാതിരാത്രിക്കും അവിടെ ലൈറ്റ് ഓണാണ്. മറ്റേ ലാൽ ചൗക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 8 മണി കഴിഞ്ഞാൽ എല്ലാം ശാന്തമായി, ഒന്നുമില്ല, വല്ല സ്ട്രീറ്റ് ലൈറ്റും ഉണ്ടാവും. ഇത് കംപ്ലീറ്റ് കടകളിലെ ലൈറ്റ് ഓണാണ്. അതിനെ തകർക്കാനാണ് ഈ പാകിസ്ഥാൻ ത്രൂ നമ്മുടെ ആൻറ്റി ഇന്ത്യൻസ് ആയിട്ടുള്ള ഫോഴ്സസ്. അതിന് നമ്മുടെ ഇന്ത്യക്കകത്തും ഉണ്ട് ആ ഫോഴ്സസ്. ഇവിടെ ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവനും NRCക്കും വേണ്ടി സംസാരിക്കുന്നവനും എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും നേരമായിട്ട് ഒരുത്തനും ഒരു വാതുറക്കുന്നില്ല? മേജർ രവി മാത്രം ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. നിങ്ങളെന്തേ ഇതിനെ കണ്ടം ചെയ്യാഞ്ഞത്, ഈ ടെററിസ്റ്റ് അറ്റാക്കിനെ? അതുപോലെ തന്നെ ഞാൻ കണ്ടം ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണ്? കണ്ടമല്ല, ഞാൻ ജനങ്ങളോട് പറഞ്ഞതാണ്, ഡോണ്ട് ഫോൾ ഫോർ ദെയർ വേർഡ്സ്. അവിടെ ഹിന്ദു ആരാണ് മുസ്ലിം ആരാണെന്ന് പറഞ്ഞൊക്കെ സെപ്പറേറ്റൊക്കെ ആക്കിയിട്ട് ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തല്ലുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഒരു സ്ട്രാറ്റജിയാണത്. അപ്പോൾ ആ അറ്റാക്ക് വാസ് ജസ്റ്റ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഫസ്റ്റ് അമിട്ടാണത്. അതിങ്ങനെ കത്തി പടരാൻ വേണ്ടിയിട്ടാണ് അവരതെല്ലാം കൂടെ ചെയ്തിട്ടങ്ങ് പോയിരിക്കുന്നത്. അത് പടരാൻ സമ്മതിക്കരുത്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളത്. ഇത് ഒരുപക്ഷെ അവർ നമ്മളെ പേടിപ്പിക്കാൻ പറ്റതായിരിക്കും, പക്ഷെ ഇതിൽ നമ്മളെ ഉണർത്താനും കൂടെ ഉള്ളൊരു മെസ്സേജുണ്ട്. ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളത് ഇപ്പം നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിച്ചു. നന്നായി അവനത് പറഞ്ഞത്, നീ ഹിന്ദു ആണോ ഇല്ലേ എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി അങ്ങനെ വർക്ക് ചെയ്യില്ല. അവർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞല്ലോ, നിന്റെ മോദി വരുമോ നിന്നെ രക്ഷിക്കാനെന്ന് ചോദിച്ചു ഒരു സ്ത്രീയോട്. അപ്പം ആലോചിച്ച് നോക്ക്, ഒരു ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ രാജ്യത്തിനോടായിരിക്കും, അവിടുത്തെ പ്രധാനമന്ത്രി ആരേതൊന്നുമില്ല. എൻ്റെ ഓൺലി ഫോർ ദ അറ്റാക്ക് അഗെയിൻസ്റ്റ് ദ മോദി. കാരണം ഹീ ഈസ് സോ പവർഫുൾ എന്നുള്ളത് ഇവന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പവർ കൊണ്ടാണ് ഇന്ന് ആ ബോർഡറിൽ പ്രശ്നങ്ങളില്ലാതെ പോകുന്നത്. കാരണം അവിടുന്ന് ഒരു ഉണ്ട വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് 100 അങ്ങോട്ട് പോകും.
ഇപ്പം ബോർഡറിൽ എൻകൗണ്ടേഴ്സ് ഇല്ലല്ലോ. 10 വർഷമായിട്ട് നിങ്ങൾ വല്ലപ്പോഴും ഓക്കെ ബോർഡർ വല്ലപ്പോഴും കേൾക്കുമായിരിക്കും, അത് LOC-യിൽ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്രയും പവർഫുള്ളായിട്ടുള്ള മനുഷ്യൻ. അപ്പോൾ ഈ മനുഷ്യനെ വീഴ്ത്താൻ വേണ്ടി ഇവിടെ പലതും നോക്കി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ത്യക്ക് അകത്തിരുന്നു കൊണ്ട് തന്നെ ഇന്ത്യയുടെ ശത്രുക്കൾ അവരുടെ കൂടെ കൈ കോർത്തിരിക്കുന്നു. ആ കോർക്കലിൻ്റെയാണ്. അല്ലെങ്കിൽ ഹിന്ദു ആരെന്ന് ചോദിച്ചിട്ട് അവിടെ ഒരുത്തൻ ഈ ശബ്ദം പുറത്തേക്ക് എന്തിനാണ് വന്നത്, അല്ലെങ്കിൽ ഇതെന്തിനാണ് ചെയ്ത്, അവന് വന്നിട്ടങ്ങ് സ്പ്രേ അടിച്ചിട്ടങ്ങ് പോയാൽ പോരായിരുന്നു. വൈ ഹി ടുക്ക് സോ മച്ച് ഓഫ് ടൈം ടു കൺവേ ദിസ് മെസ്സേജ്? ആൾക്കാർ കേൾക്കണം. ഹിന്ദു ആരാണെന്ന് ചോദിച്ചുകൊണ്ട് അവന്മാർ വെടിവെച്ചു എന്നുള്ളത്. അപ്പം ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ ഫ്രിക്ഷനായി. ഓ അത് ശരി, മുസ്ലിംസ് അവിടെ വന്നിട്ട് ഹിന്ദുക്കളെ മാത്രം നോക്കി വെടിവെച്ചു. എന്തിനാണത് ചെയ്തതെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇവിടെ നമ്മൾ സമാനത്തിൽ ജീവിക്കുന്നവരെ അടിക്കാൻ, അതാണ് ഞാൻ പറയുന്നത്. അവിടുത്തെ ചെറിയൊരു ബോംബിൻ്റെ അലകൾ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. ആ ചിന്തയാണ് ഇന്നിപ്പോൾ കേരളത്തിൽ നമ്മുടെ ഈ ന്യൂസും ഇതൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ മുഴുവൻ ചിന്തിക്കാൻ തുടങ്ങിയൊരു കാര്യമാണത്. എന്തിനായിരുന്നു അത്? രണ്ടാമത്തെ, നീ മോദിയോട് പോയി പറ. എന്തിനാ മോദിയോട് പോയി പറയാമെന്ന് പറയുന്നത്? എന്തേ അവർ നിങ്ങളുടെ ഗവൺമെൻറ് അടുത്ത് പോയി പറയാമെന്ന് പറയാൻ നിങ്ങൾ മോദിയോട് പറ. അപ്പോൾ മോദി ഈസ് എ ടാർഗറ്റ്. ഇങ്ങനെ പവർഫുള്ളായിട്ടുള്ളൊരു പ്രൈം മിനിസ്റ്റർ സിറ്റിംഗ് ദ, സോ ഡെഫിനറ്റ്ലി they are trying to attack through, because you cannot touch Modi through their security. അപ്പം you are touching the innocent people and conveying, that will hurt Modi. എൻ്റെ ആളുകൾക്ക് വേദനിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കുമെന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ്. അത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ചോ, നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പലതും കാണുമായിരിക്കും. പക്ഷേ ഹീ ഈസ് കൺസേൺഡ്. അല്ലെങ്കിൽ സൗദി വിസിറ്റും ക്യാൻസൽ ചെയ്ത് നേരെ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു. ഇവിടെ പണ്ടും ഉണ്ടായിരുന്നു. ഇവിടെ പണ്ട് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ഇന്ത്യ ചൈന വാർ തുടങ്ങിയ സമയത്ത് അദ്ദേഹം ശ്രീലങ്കയിലായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ വന്നത്. അതല്ല ഇത്. എൻ്റെ രാജ്യത്തൊരു പ്രശ്നം വരുന്ന സമയത്ത്, അത് വാർ പോലും അല്ല, ഇൻറ്റേർണൽ പ്രശ്നം വന്ന സമയത്ത് പോലും എല്ലാം ക്യാൻസൽ ചെയ്ത് ഇവിടെ എത്തി. അതാണ് ആ മനുഷ്യൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് അറ്റാക്ക് ഈസ് ഓൺ മോദി. മോദി ഷുഡ് കം ഡൗൺ സോ ദാറ്റ് എനിക്ക് അവിടെ കയറിയിരിക്കാം. ഇതിനു വേണ്ടി കുറേ ആൾക്കാർ കുറേ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കില്ലേ. പക്ഷെ ഇതൊക്കെ അതിൻ്റെ ഒരു റെപ്രക്കഷനായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിനകത്തുള്ള, ഞാനായാലും പറയും, ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് ആൻറ്റി ഇന്ത്യൻ പ്രൊപ്പഗൻഡ അടിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഈ ആൻറ്റി ഇന്ത്യൻ ഫോഴ്സസിനെ നമ്മളെങ്ങനെ തിരിച്ചറിയും, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? ആൻറ്റി ഇന്ത്യൻ ഫോഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നുള്ളതല്ല. മണിശങ്കർ അയ്യർ പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട്, അവിടെ കുറേ ആൾക്കാരുമായിട്ട് ഇരുന്നുകൊണ്ട് ഒരു വീഡിയോ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ മോദിനെ ഒന്ന് പിടിച്ച് താഴത്തേക്കിറക്ക്, ഇത് പറയുന്നതാണ് വിത്ത് ഡയലോഗ്. അതിനുശേഷം ഞങ്ങളെ പിടിച്ച പവറിൽ കയറ്റ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്ത്യക്കാരനാണ്, അത് അവിടെ പോയിരുന്നിട്ടാണ് ഈ സംസാരിക്കുന്നത്. ഇവിടുത്തെ എത്രയോ ജേർണലിസ്റ്റുകൾ, ഒരു ലേഡി ജേർണലിസ്റ്റ് എന്നും പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്ററുടെ വീട്ടിലായിരുന്നു. അപ്പം നിങ്ങളൊക്കെ ഈ എന്നിട്ട് പത്മശ്രീ വാങ്ങിച്ചിട്ട് പോയില്ലേ ആ ലേഡി ജേർണലിസ്റ്റ്? അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ള രാജ്യത്തിലാണ് ഇന്ന് പ്രൈം മിനിസ്റ്റർ നമ്മുടെ നരേന്ദ്രമോദിജി പാകിസ്ഥാനിൽ ചാങ്കൂറ്റത്ത് പോയിട്ട് ഫ്ലൈറ്റും കൊണ്ട് ഇറക്കി വിട്ടിട്ട് പ്രൈം മിനിസ്റ്ററുടെ അമ്മയുടെ ബർത്ത്ഡേ അല്ല എന്താ കല്യാണത്തിന് എവിടെ പോയിട്ട് മൂപ്പർ വിഷൻ ചെയ്തിട്ട് പോകുന്നു. അല്ല, ചാങ്കൂറ്റുണ്ടെന്ന് പ്രൈം മിനിസ്റ്റർക്ക്. അല്ലെങ്കിൽ നോ ഫ്ലൈ സോണാണ് പാകിസ്ഥാൻ്റെ മോഡ് കൂടെ ഇന്ത്യൻ ഫ്ലൈറ്റ്സിന്. അവിടെയാണ് ഇന്ത്യൻ ഫ്ലൈറ്റ് പ്രൈം മിനിസ്റ്ററുടെ ഫ്ലൈറ്റും കൊണ്ടാണ് ഇറക്കിയത്. ആ ചങ്കൂറ്റുള്ള ആളെ നിങ്ങളിങ്ങനെ ഈ ഉമ്മാക്കി കാണിച്ചിട്ട് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് കൊണ്ടൊക്കെ നിങ്ങൾക്ക് താഴ്ത്ത് വീഴ്ത്താൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ദാറ്റ് മീൻസ് അവർ കൺട്രി ഈസ് പ്രോഗ്രസിങ്. നമ്മുടെ രാജ്യം പ്രോഗ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ അറ്റാക്കുകൾ വന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാലാണ് രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ സമയത്ത് അവർ വിചാരിക്കുന്ന പോലെ നമ്മൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഫോളൻ, വി ഓൾ ഫോൾ. അവിടെയാണ് നിൽക്കേണ്ടത്. യെസ്, വൈ ഡിഡ് യു സേ ലൈക്ക് ദാറ്റ്? ദാറ്റ് മീൻസ് ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കാനുള്ള പരിപാടിയാണ് നിൻ്റെ. അടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ പണിയില്ല, നമ്മളിവിടെ അടിച്ചുകൊണ്ടിരിക്കും. ഇത് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി എത്ര പൈസ നമ്മൾ ചിലവാക്കണം? ഒരു റൈറ്റ് വന്നു കഴിഞ്ഞാൽ എത്രയാണ് ഡാമേജ് എന്നുള്ളത് നിങ്ങൾ ആ കൽക്കട്ട സ്ട്രീറ്റിൽ പോയി കാണും. ഇതൊക്കെ ഗവൺമെൻറ്റിനെ തിരിച്ചു കൊടുക്കണ്ടേ ഈ റൈറ്റിൽ നാശപ്പെട്ടിട്ടുള്ള വീടുകളെല്ലാം?
അപ്പം ആ ഒരു ഇതിലാണ് ഐഡിയയിലാണ് ഇവന്മാർ വന്നിട്ട് ഈ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഡയലോഗുകളുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഹിന്ദുവാർ മാറിക്ക് അവനെ ഒഴിക്കുന്നു, കൊല്ലുന്നു. മറ്റത് നിങ്ങളെ ഞങ്ങൾ കൊല്ലുന്നില്ല, പോയിട്ട് മോദിയോട് പറ. എന്തിനാണ് മോദിജിയുടെ പേരെടുത്തിരിക്കുന്നത് അവിടെ? സോ വി ഗോട്ട് ടു അനലൈസ് ഓൾ ദിസ് തിങ്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇവിടെ ഇന്നിപ്പോൾ ശത്രു എന്ന് പറയുന്നത് ബോർഡറിലല്ല, അത് ഡ്രഗിൻ്റെ രൂപത്തിൽ നമുക്ക് ബാംഗ്ലൂരും മദ്രാസിലും കേരളത്തിലൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചെറുപ്പക്കാരുടെ ആരോഗ്യം കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അവർ സപ്ലൈ ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം പാകിസ്ഥാൻ. അത് പഞ്ചാബ് ബോർഡറിൽ കൂടെ വന്നിട്ട് പിന്നെ മണിപ്പൂരിൽ പോയിട്ട് റിഫൈൻ ചെയ്തിട്ട് അതിനെ ബർമ സൈഡിൽ കൂടെ അങ്ങോട്ടും പോകുന്നുണ്ട് ഫോറിൻ രാജ്യങ്ങളിലേക്ക്. ഇപ്പുറത്ത് വന്ന് ബാംഗ്ലൂർ വഴി വന്ന് കേരള വഴി ശ്രീലങ്കയിൽ പോയിട്ട് അതും ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടല്ലേ ഇന്നിപ്പോൾ കേരളത്തിനകത്ത് ഇത്രയും അധികം ഡ്രഗ്സിൻ്റെ ഡീൽ എങ്ങനെയാണ് നടക്കുന്നത്? പിന്നെ പിള്ളേരെ വിട്ട് കഴിഞ്ഞാൽ ഓടി ഇവർ ബാംഗ്ലൂർക്ക് രാത്രി പബ്ബുകളിലേക്ക്. എന്തിനാണ് അവിടെ പോകുന്നത്? അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട സമയമായിരിക്കുന്നു. വെറുതെ നിങ്ങൾ ബോധവൽക്കരണ ക്ലാസ് ഡ്രഗ് കഴിക്കരുത്, എന്ത് ബോധവൽക്കരണം? പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചെയ്യുക, എവിടെയാണ് നിങ്ങൾക്കത് കർബ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം ഒരു രീതിയിൽ ശത്രുക്കൾ ഓൾറെഡി അകത്ത് കയറി കഴിഞ്ഞിരിക്കുന്നു. ആ ഡ്രഗ്സിൻ്റെ കാര്യം ഇപ്പം നമ്മൾ കേരളത്തിൽ ഒന്ന് അലേർട്ടായി കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ഭീകരമായിട്ടുള്ള ഇത് പെട്ടെന്ന് നിങ്ങൾ എക്സ്പോസ് ആയപ്പോഴത്തേക്കും വി ഓൾ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് അലേർട്ട് ആൻഡ് സ്റ്റാർട്ടഡ് കാച്ചിങ്. അപ്പോഴാണ് ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് അവിടുന്ന് വന്നിരിക്കുന്നത്. എന്നിട്ടോ അവിടെ ഇരുന്നു കൊണ്ടാണ് നീ പറയുന്നത് ഹിന്ദു ഏത് മുസ്ലിം എന്ന്. അധികം സ്റ്റേറ്റുകളെ ഇത് ബാധിക്കില്ല. 27 പുരുഷന്മാരെ തന്നെ ചൂസ് ചെയ്യാൻ എന്തായിരിക്കും കാര്യം? ബിക്കോസ് അതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അത് ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നുള്ളത്. ഓക്കെ, പെണ്ണുങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് പണ്ടുണ്ടായിരുന്നു കാശ്മീരിൽ. അവർ മിലിറ്റൻസ് പണ്ട് തുടക്കത്തിൽ അവർ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് നോക്കിക്കൊണ്ട് ഒരു വെടിവെച്ച് കൊല്ലുമായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് അവിടെ ഹിന്ദു പണ്ഡിറ്റുകളുണ്ടായിരുന്നു. ഈ പണ്ഡിറ്റുകൾ അവിടുന്ന് പലായനം ചെയ്യുന്നതിൽ പല പണ്ഡിറ്റുകളെയും അവിടുത്തെ മുസ്ലിം ഫാമിലീസ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവരുടെ ഡ്രസ്സൊക്കെ മാറ്റി അവരുടെ കൂടെ തന്നെ താമസിപ്പിക്കും. അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു ഇവന്മാർ ഈ ഡ്രസ്സ് പൊക്കി നോക്കിയിട്ട് കൊന്നിരുന്നു ഹിന്ദുക്കളെ. പിന്നെയാണ് പണ്ഡിറ്റ്മാരെ അവിടുന്ന് ഓടാൻ തുടങ്ങിയത്, രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കംപ്ലീറ്റ് പണ്ഡിറ്റ്മാരെ അവിടുന്ന് ഓടിച്ചതിന് ശേഷമാണ് പിന്നെ ഈ ചെക്കിംഗ് ഇല്ല. കാരണം ഇപ്പം എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മുസ്ലിംസാണ്. അങ്ങനെ അവരെവിടെയും കേട്ട് കൊല്ലുന്നുമില്ല. പക്ഷേ വല്ല ഇൻഫോമേഴ്സോ വല്ലതും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറ്റ് റാൻഡം പോയിട്ട് കൊല്ലുക, സ്കൂളിൽ പോയിട്ട് കുട്ടികളെ കൊല്ലുക, റോഡിൽ കൂടെ പോകുന്നവരെ കൊല്ലുക, പട്ടാളക്കാരെ കൊല്ലുക, ഇതേ ഉള്ളൂ. അല്ല ടൂറിസ്റ്റുകളെ അറ്റാക്ക് ചെയ്തതായിട്ടുള്ള ഒന്നും കേട്ടിട്ടില്ല. ഇപ്പം അത് കറക്റ്റാണ് പിടിച്ചിരിക്കുന്നത്. കാരണം കാശ്മീർ ഫൈനാൻഷ്യലി ഇമ്പ്രൂവ് ആകാൻ പാടില്ല. ഇമ്പ്രൂവ് ആയിക്കഴിഞ്ഞാൽ മിലിറ്റൻ്റ് എന്ന് പറയുന്ന ഈ ഒരു വർഗത്തിന് അവിടെ വളക്കൂറില്ലാത്ത മണ്ണായിട്ട് മാറും. ജനങ്ങൾക്ക് പേടിയുണ്ടാവില്ല ഇവന്മാരെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഇൻഫോം ചെയ്യും. ഇവിടെ പോളിസി എന്താണ്? നമ്മുടെ പഞ്ചാബിൽ KPS ഗിൽ സാബ് DGP ആയിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർഡർ എന്തായിരുന്നു? എങ്ങനെയാണ് പഞ്ചാബിലത്തെ മിലിറ്റൻസി കർബായിട്ട് പോയത്? അദ്ദേഹം ഓർഡർ ചെയ്തു. ഞങ്ങളൊക്കെ ചെന്നപ്പോഴുള്ള ഓർഡറാണ്, ഏക് ബന്ദൂക്ക് കിസിക്ക ഹാത്ത് മേ ഹേ, ഒരു തോക്ക് ആരുടെങ്കിലും കയ്യിലുണ്ട്, അവൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ അടക്കം വെടിവെച്ചാൽ കൊന്നിരിക്കുന്നു. മനസ്സിലായത് എന്തായിരുന്നു എന്നുള്ളത്? കാരണം നീ ഇത് ഇല്ലീഗലായിട്ടുള്ള വെപ്പണുമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ കൂടെ 10 പേരുണ്ടെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരല്ലേ ഈ 10 പേര്. ഇത് 2-3 പ്രാവശ്യം ഈ എൻകൗണ്ടേഴ്സും കഴിഞ്ഞപ്പം പിന്നെ ഈ തോക്കുമായിട്ട് വരുന്നതിനെ നേരെ ഇവന്മാർ പോലീസിൽ വിളിച്ച് പറയും. അങ്ങനെയാണ് പഞ്ചാബിൻ്റെ ടെററിസം. അവർക്ക് നിൽക്കപ്പുറത്തില്ല. എവിടെ പോയി കഴിഞ്ഞാലും ഇൻഫർമേഷൻ കിട്ടുന്നു, പോലീസ് പിടിക്കുന്നു. അങ്ങനെയുള്ള DGP ഒക്കെയാണ്, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഡിസിഷൻ എടുക്കേണ്ടത്. പക്ഷെ ഇപ്പം എന്താ വെച്ചാൽ കാശ്മീരിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു. ഇതിൽ വേറൊരു സംഭവമുണ്ട്. ഈ പേൽഗാം പോലുള്ള സ്ഥലങ്ങൾ ഓവർഗ്രൗണ്ട് ഒരു പാർട്ടീസുണ്ട്. ഈ ടെററിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന സിവിലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അവരിപ്പോൾ വല്ല ചപ്പടാശിയായിട്ട് വർക്ക് ചെയ്യായിരിക്കും, സഫായി വാലയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവന്മാർക്കുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ടെററിസ്റ്റിൻ്റെ വേറൊരു ഗ്രൂപ്പാണ്. OGM എന്നാണ് പറയുന്നത്, ഓവർഗ്രൗണ്ട് ബോഡി. അപ്പം ഇവർ ഈ OGBസിൻ്റെ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർ അവിടെ ഉണ്ടായിരിക്കും നമ്മളെപ്പോലെ സിവിലിയനായിട്ട് എല്ലാ ഇൻഫർമേഷൻ കൊടുത്ത് ഇവർ പാസ് ചെയ്യണം. ഓക്കെ, ഇന്ന സ്ഥലത്ത് ഇപ്പോൾ ഓക്കെ, യു ആർ സേഫ്, ഇവിടെ മിലിറ്ററി ഇല്ല, ആളില്ല, ഈ വഴിക്ക് വരാം. അതെല്ലാം പ്ലാൻ ചെയ്ത് 2-3 ദിവസത്തിൻ്റെ ഒബ്സർവേഷൻ കഴിഞ്ഞ് അങ്ങനെയാണ് ഈ വാലിയിൽ.
അപ്പോൾ കിഷ്വ ആ മൗണ്ടൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് അവന്മാർ വന്നിരിക്കുന്നത്. പക്ഷെ തോക്കും സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഇതിൻ്റെ കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ തന്നെ ഏരിയയിൽ അതല്ലേ ആൾക്കാർ ഷൂട്ട് കൂടെ ചെയ്തു. അത്രയും വലിയ ഏരിയയിൽ വന്നിട്ട് മിലിറ്റൻ്റ് അറ്റാക്ക് ഒരിക്കലും നടക്കില്ല, ഒരു കാര്യമില്ലായിരുന്നു. അപ്പോൾ അവൻ എന്തായിരുന്നു കൺവേ ചെയ്യും, ഇത് ഹിന്ദുക്കളെ കൊന്നിട്ടുള്ള മിലിറ്റൻസ് ആണ്. രണ്ടാമത് പ്രൈം മിനിസ്റ്റർ മോദിയോട് പറ, ഇത് എൻ്റെ അർത്ഥം എന്താണ്? ഒന്ന് ഹിന്ദു മുസ്ലിം റിഫ്റ്റ് ഉണ്ടാക്കുക, രണ്ടാമത്തത് മോദി എന്ന് പറയുന്ന വ്യക്തിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ആളുകൾ. അതിവിടെ ആരാ ഉള്ളത്? ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. എന്തുകൊണ്ട് മോദിജിയുടെ പേര് വന്നവിടെ? അതുപോലെ ഈ ഹിന്ദു അല്ല സാർ, നാച്ചുറലി ഇപ്പം മോദിജിയുടെ വ്യൂസ് ആയിട്ട് ചേരാത്ത ആൾക്കാർ ആൻറ്റി ഇന്ത്യൻ ആവണമെന്ന് നിർബന്ധമില്ല. ഇല്ല, ഒരിക്കലും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മളിപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കനോട്ട് സ്റ്റാൻഡ് വിത്ത് ബി ജെ പി ആയിട്ട് പോവില്ല, കോൺഗ്രസ്സുകാർക്ക് ബി ജെ പി ആയിട്ട് പോകാൻ പറ്റില്ല. പക്ഷെ അതിനകത്ത് ഡേഞ്ചറുണ്ട്. ഞാൻ പറയുമ്പോൾ കേരളത്തിലത്തെ ആളുകൾക്കൊന്നും അത്രയൊന്നും മൈൻഡില്ല. അതെന്താ ചെയ്തു, ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഒരു മുഖ്യമന്ത്രി ആയാൽ മതി അല്ലെങ്കിൽ മറ്റേതായാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു രാഷ്ട്രീയം എടുത്ത്. പക്ഷേ ഇതിന് ഓവറോൾ പെർസ്പെക്റ്റീവിൽ മോദിജി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ആ കച്ചേരി കയറിയിരിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു സഖ്യമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞിട്ട് അവർ എന്തെങ്കിലും ജയിച്ചു കഴിഞ്ഞാലത്തെ അവസ്ഥ നമുക്കറിയാം. കാരണം അതിൻ്റെ റിസൾട്ട് വരുന്ന അന്ന് തന്നെ അവിടെ വെട്ടും കൊലയും നടക്കും, ആരായിരിക്കും പ്രൈം മിനിസ്റ്റർ എന്നുള്ള തീരുമാനത്തിൽ. അപ്പോൾ അധികാരമോഹികളായിട്ടുള്ള കുറേ ആളുകൾ ഇവിടെ ഉള്ളത്, അവരിൽ തന്നെ കുറേ ആൾക്കാർക്ക് മോദിജിയോടുള്ള വെറുപ്പുണ്ട്. ആ വെറുപ്പാണ് ഈ കാണുന്നത്. അല്ലെങ്കിൽ ഒരു മിലിറ്റൻറ്റിൻ്റെ വായന്ന് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ളവൻ്റെ വായന്ന് മോദിയോട് പറയാൻ അവിടെ എനിക്കത് ഒരു അസ്ഥാനത്തുള്ളൊരു വേർഡാണത്. ഇവിടെ നമ്മുടെ ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എഗൻസ്റ്റായിട്ട് സംസാരിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഈ ആളുകളെ മുഴുവനാണ് നമ്മളിപ്പോൾ സൂക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ ഇത്രയും സപ്പോർട്ടില്ലാതെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മുസ്ലിംസ് ആയിട്ടുള്ള നിങ്ങൾ വന്നിട്ട് ഹിന്ദുക്കളെ നോക്കിക്കൊണ്ട് ഹിന്ദു ആണെന്നുള്ളത് കൺഫേം ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു, എന്നിട്ട് അത് ലൗഡായിട്ട് പറയുന്നു? അല്ല സാർ, പക്ഷെ പട്ടാള വേഷത്തിൽ വരുന്ന ഇത്ര 27 പേരെ കൊല്ലാൻ കെൽപ്പുള്ള ഒരാൾ വരുന്നെന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ വീഴ്ചയും കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ? ഒരു സംശയമില്ല. കാർഗിൽ യുദ്ധം വന്നപ്പോഴും ഇത് തന്നെയാണ്, ഇൻ്റലിജൻസിൻ്റെ വീഴ്ച ഉണ്ടായിരുന്നു. അതല്ലല്ലോ ഇപ്പം അതൊക്കെ അതൊരു സൈഡിൽ കൂടെ എൻക്വയറി നടക്കട്ടെ. പക്ഷെ അവരുടെ എയിം എന്തായിരുന്നു? അതിനെയല്ലേ നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത്. ആ എയിമിനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത്. എയിം വെറും വന്നിട്ട് പേടിപ്പിച്ച് പോകല്ലായിരുന്നു. അവർ കൺവേ ചെയ്തു ചില മെസ്സേജുകൾ. നിങ്ങൾ തമ്മിൽ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പകുതി പണി കഴിഞ്ഞു എന്നുള്ളത്. അതാണ് അവർ പറഞ്ഞിട്ട് പോയത്. ഹിന്ദു മുസ്ലിം ഇന്ന് ഇവിടെയുള്ള പോപ്പുലേഷൻ്റെ മെജോറിറ്റി എന്ന് പറയുന്നത് ഹിന്ദുവും അതിൻ്റെ സെക്കൻഡ് മെജോറിറ്റി എന്ന് പറയുന്നത് മുസ്ലിംസുമാണ്. ഈ രണ്ടുപേരെ കൂടി ഇങ്ങ് അടുപ്പിച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ സംഭവം കറക്റ്റായി ഡിവൈഡ് ആൻഡ് റൂൾ അടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളിവിടെ സമാനത്തിലിരുന്നുണ്ട്. അപ്പോൾ ബോർഡറിൽ നിന്ന് ഇങ്ങോട്ട് പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യ നശിച്ചു പോകും. ഇതിൽ നിന്ന് ആർക്കൊക്കെയാണ് ബെനിഫിറ്റ്? ഈ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പുറം രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയോടുള്ള അസൂയുള്ള രാജ്യങ്ങൾ, ചൈന ഇപ്പം സമാനത്തിലിരിക്കുകയാണ്. പക്ഷെ പാകിസ്ഥാനും മിണ്ടാതിരിക്കുകയായിരുന്നു. എന്താ പെട്ടെന്ന് പാകിസ്ഥാൻ്റെ അടുത്ത് എവിടെ നിന്നാണ് ഇത്രയും പൈസ വന്നു? സോറോസ് വെറുതെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ. ഇപ്പം അമേരിക്ക അടക്കം അദ്ദേഹത്തെ ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ അങ്ങനെയുള്ള ആളുകളിലേക്കാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്തുകൊണ്ട് ഇതുപോലുള്ളൊരു മൂവ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഞാൻ ജനങ്ങളോട് കൺവേ ചെയ്ത് ഇതാണ്, ഈ സമയം നിങ്ങൾക്ക് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണത്. യു ഗോട്ട് ടു സ്റ്റാൻഡ് ടുഗദർ. അപ്പോൾ ഇന്നിപ്പം എനിക്ക് തോന്നുന്നു പിണറായി സഖാവാണോ അതോ ഗാർഗേജിയാണോ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് യാഥാർത്ഥ്യമാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്ക്. ഇന്നിവിടെ ഇനിയിപ്പോൾ രാഷ്ട്രീയം പാടില്ല, ജാതിമതം പാടില്ല. ഇത് വലിയൊരു പഠിക്കാനുള്ളൊരു പാഠമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള പോസിറ്റീവ് പൊളിറ്റിക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകും. അപ്പോഴാണ് ഒരു രാജ്യത്തിൻ്റെ പ്രോസ്പെരിറ്റി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നല്ലപോലെ ജോലി ചെയ്യുന്ന ഗവൺമെൻറ്റിനെ പിടിച്ച് താഴ്ത്തിട്ടിട്ട് എനിക്ക് കാക്കാൻ വേണ്ടി അവിടെ കയറിയിരിക്കണം എന്ന് പറയുന്നതിൽ അതിൽ അർത്ഥമില്ല. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ അതെല്ലാം. സാറിൻ്റെ കണ്ടംപററീസ് അല്ലെങ്കിൽ ഇപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ മൊത്തത്തിൽ ഡിഫൻസിൽ ഇപ്പോഴുള്ള ആളുകളിൽ നിന്ന് മനസ്സിലായത് ഒരു റിറ്റാലിയേഷൻ ഉണ്ടാവും തന്നെയാണോ? ഒരു സംശയമില്ല, അത് 100% ഉണ്ടായിരിക്കും ആ റിറ്റാലിയേഷൻ. കാരണം ഇതിനെ നമ്മൾ
ഇതിൽ കുറേ സ്റ്റഡി ചെയ്യാനുണ്ട്. ഇപ്പം ഇന്നത്തെ ഒരു LOCക്ക് അപ്പുറത്തുള്ളൊരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം അവരിങ്ങോട്ട് വരാൻ തയ്യാറായിട്ട് നിൽക്കണം. ആ കമ്പിയിൽ ഒന്ന് പൊക്കിത്താന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവരിങ്ങോട്ട് കിടന്നു കഴിഞ്ഞാൽ പലരും വെടിവെക്കുന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് ഇവിടെ വരാത്തത്. ബംഗ്ലാദേശി ബോർഡർ പോലെയല്ല, അത് ബോർഡറാണ്. ഇവിടെ ബോർഡറൊന്നുമില്ല, ഇവിടെ കമ്പി വലിയതൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ചില പാലങ്ങൾ, ചില റോഡുകൾ ഇതൊക്കെയാണ്. അപ്പം അവിടെ ജനങ്ങൾ ഫെഡപ്പാണ്. കാരണം അവർക്ക് അവരുടെ ഗവൺമെൻറ്റിൽ നിന്നൊന്നും കിട്ടുന്നില്ല. നമ്മുടെ ഇവിടുത്തെ കാശ്മീരിലേക്ക് സബ്സിഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കോൺഗ്രസ് ഭരിച്ചാലും ആര് ഭരിച്ചാലും ശരി, ആ സബ്സിഡി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താണ്? ഇപ്പം സബ്സിഡിയുടെ ആവശ്യമില്ല. 370 ആർട്ടിക്കിൾ പോയി. നിങ്ങൾ ഓട്ടോണമസ് ഗവൺമെൻറ്റായിട്ട് മാറി. നിങ്ങളെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ചു. നിങ്ങളുടെ കച്ചവടവും നിങ്ങളുടെ ടൂറിസവും എല്ലാം ഡെവലപ്പ് ചെയ്ത് തന്നു. ഇപ്പം സബ്സിഡിക്ക് അവർക്ക് ആവശ്യമില്ല. മറ്റെന്താ വരുമാനമില്ല. ഈ 2 രൂപയ്ക്ക് അരി കൊടുത്തിട്ട് അതും വെച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ 2 രൂപയ്ക്ക് രാജ്മയും ഇതും കിട്ടും. അപ്പോൾ ഈ രാജ്മയും ചാവലും കഴിച്ചുകൊണ്ട് ജീവിക്കുക. പഞ്ചാര ഉണ്ടാവും ഒരു ഡ്രമ്മ നിറച്ചിട്ട് വിൻ്റർ സീസണിലേക്ക്. അതിൽ നിന്ന് ലൈഫ് മാറി. ഇന്നവിടെ സിനിമ തിയേറ്റേഴ്സ് ഉണ്ട്. ഇന്നവിടെ കംപ്ലീറ്റ് ഫോറിൻ ഫാസ്റ്റ് ഫുഡ് ജോയിൻസ് ഉണ്ട്. ഇതൊന്നും കേട്ടുകേൾവില്ലാത്തൊരു കാശ്മീരിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വെറും അവിടുത്തെ ലോക്കൽ ഫുഡും ഫ്രൂട്ട്സും ആ ഒരു ഉണക്ക റൊട്ടിയുണ്ട്, വലിയ റൊട്ടി. അത് പൊടി പിടിച്ച് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതും വാങ്ങിച്ച് തിന്നുകൊണ്ട് നടക്കുന്ന ഒരു കാശ്മീർസ് ഉണ്ടായിരുന്നു. ഇന്നതല്ല. ഇന്നവിടെ ഫാസ്റ്റ് ഫുഡ് ജോയിൻസും നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് വേണമെങ്കിലും കിട്ടും. ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയില്ലേ കാശ്മീർ? സോ അതിനെയാണെന്ന് ഈ ഒരു അറ്റാക്ക് കൊണ്ട് തകർക്കാൻ ഇവന്മാർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാശ്മീരിൻ്റെ ആ ഒരു റിയാക്ഷനോടെ കണ്ടപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ട്. കാശ്മീർ അത്ര പെട്ടെന്നൊന്നും ഫോളോ ചെയ്യില്ല. കാരണം ഇന്ന് ജനങ്ങൾ മാറി. അവർക്കിനി നിങ്ങൾക്ക് അവരെ അങ്ങനെ അങ്ങ് പേടിപ്പിക്കാൻ പറ്റില്ല. ഇത് പേടിപ്പിച്ചത് അവർ ടൂറിസ്റ്റുകളെ കൊന്നിട്ടാണെങ്കിലും പേടിപ്പിക്കാൻ ഉദ്ദേശിച്ച കാശ്മീരീസിനാണ്. അതാണ് ഞാനിപ്പോൾ സംസാരിച്ചുള്ളൂ അവിടുത്തെ ലോക്കലായിട്ട്. അവൻ ഷോപ്പിയാനിലും അവൻ പറഞ്ഞു, സാർ ഞാൻ ആനന്ദനാഗിൽ പോയിട്ട് ഇരിക്കുകയാണ് അപ്പം. പക്ഷെ ഞാൻ ഷോപ്പിയാനിലും ഇവിടെയും പോയി. എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സാർ, മൂകരായിട്ട്. മറ്റത് വയലൻ്റ് ആവുമായിരുന്നു അവർ. ഇങ്ങനെ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വണ്ടികളൊക്കെ കല്ലെടുത്തെറിയുക, അങ്ങനെയൊക്കെ ആയിരുന്നു കാശ്മീരീസ്. ഇതവർ ദുഃഖത്തിൽ പങ്കുചേർന്നിരിക്കുകയാണ്. ദാറ്റ്സ് എ വെരി ഗുഡ് സൈൻ. മറ്റത് ഇങ്ങനെ അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ അവന്മാർ എല്ലാവരും മാറ്റം വയലൻ്റ് ആവും. നമ്മുടെ സിവിൽ കാറുകളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കാറുകൾ പോകുന്നുണ്ട്, ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് ദാറ്റ്സ് എ ഗുഡ് സൈൻ. അവർ കരയുന്നു. മറ്റവരൊരിക്കലും കരയില്ലായിരുന്നു. അവരെന്താ പറയുക, ഓ ഇന്ത്യക്കാരാണ്. ഇന്ന് അവർ ഇന്ത്യക്കാരായി. അത് തന്നെ വലിയൊരു സൈനല്ലേ ഇത്. അതിനെ നിങ്ങൾ തകർക്കാൻ വേണ്ടി ശ്രമിക്കരുത്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കാശ്മീരിനെ ഇങ്ങനൊരു ലെവലിലേക്ക് കൊണ്ടുവന്ന് ആക്കിയിരിക്കുന്നത്. അതിന് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ദിസ് BJP ഗവൺമെൻറ്. ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളതും 370 ആർട്ടിക്കിൾ എന്നുള്ളത് ഞാൻ പണ്ടേ പറയാം. ഞാൻ അവിടെ സർവീസ് ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു 370 ആർട്ടിക്കിളും വെച്ചുകൊണ്ട് ഇവർ നടക്കുന്നത്? കാരണം അതിൻ്റെ ഗുണം ഈ 2 ഫാമിലിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടല്ലേ മുഫ്തി മുഹമ്മദ് സയ്യിദ് ഇങ്ങനെ എന്താ പറഞ്ഞത്, ഫറൂഖ് അബ്ദുള്ള 370 ആർട്ടിക്കിൾ ഹൊടായക തു മേരെ ഖൂൻ കോ ഊപ്പർ മേരെ ജാൻ കോ ഊപ്പർ എന്ന് പറഞ്ഞത്. ഒന്നും നടന്നില്ല. അവരെ ഹട്ടായി മാറ്റിയും കൊടുത്തു, അവർ അക്സെപ്റ്റ് ചെയ്തു. ജനങ്ങളിപ്പോൾ മനസ്സിലാക്കി അത് ശരി, ഇവർ നമ്മളെ പറ്റിക്കായിരിക്കും എന്നുള്ളത്. അപ്പം എല്ലാം കൊണ്ടും ഒരു പോസിറ്റീവ് സൈഡ് വരുന്ന സമയത്ത് അതിലോട്ട് നെഗറ്റീവായിട്ട് ഇനി പാകിസ്ഥാനെ കയറ്റരുത്. കാശ്മീരിനെ കയറ്റരുത്. ഞങ്ങൾ ഒരു 3 ദിവസം മുമ്പ് മൈത്രേയൻ ഇൻ്റർവ്യൂ എടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. മേജർ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. കേൾക്കട്ടെ. രാജ്യസ്നേഹം എന്ന് പറയുന്നത് വളരെ കപടമായി. ഈ മതതീവ്രവാദം പോലെയാണ് രാജ്യസ്നേഹം. അന്യരെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവനെ ആ ലെവലിലെ രാജ്യസ്നേഹിയാവൂ. ഐ ആം പ്രൗഡ് ബീയിങ് ആൻ ഇന്ത്യൻ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ മറ്റുള്ളവനെ വെറുക്കാൻ തുടങ്ങും. നാട്ടിനകത്തെ അധികാരമുള്ളവർ സാധാരണക്കാരെ സാധാരണ പട്ടാളക്കാരാക്കും. അവരെ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലും. പാകിസ്ഥാനിൽ മിന്നൽ യുദ്ധം ചെയ്ത് വിജയിച്ചു എന്നൊക്കെ പറയുന്നത് പ്രാകൃതമായ ലോകമാണ്. അവർ ചെയ്യുന്ന ആ ദ്രോഹപ്രവൃത്തി നമ്മൾ ആവർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കും. നമ്മുടെ ശത്രുക്കൾ എന്നൊക്കെ പറഞ്ഞ പണ്ട് കാലത്ത് പറയുന്ന വരിയാടോ. രാജാക്കന്മാർക്ക് ആ ശത്രുക്കളുള്ളത്. ഓരോ പട്ടാളക്കാരനും ജോലിക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. കൂലി കൊടുക്കാതിരിക്കുക. എത്ര പേര് രാജ്യസ്നേഹം കാണിക്കും? ഈ മേജർ രവി സഹിതം
അതുകൊണ്ട് ദേശീയതയല്ല നമുക്ക് വേണ്ടത്, പട്ടാളമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് പാലം പണിയുന്നതാണ് ചൈനക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലായിടവും റോഡ് ഉണ്ടാക്കുകയും പാലം ഉണ്ടാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് സ്നിപ്പറ്റ്സ് ആണ്. ഇതിനിപ്പം റിയാക്ഷൻ വേണമെന്നുള്ളതാണ് സാറിൻ്റെ പേരുൾപ്പെടെ പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. അത് ഞാൻ പറയുന്നത് ചില വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ അത് നമുക്കൊന്നും ഒരിക്കലും സമൂഹത്തിൽ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഈ മനുഷ്യൻ ഞാൻ കണ്ടിട്ട് പോലുമില്ല. പിന്നെ എന്ത് സംസാരിക്കുന്നത് ഞാൻ ഒരിക്കലും ശ്രദ്ധിക്കാറ് പോലുമില്ല. കാരണം ശ്രദ്ധിക്കാൻ അതിനകത്തൊന്നുമില്ല. ആ വ്യക്തിനെ ഞാൻ അങ്ങനെ അങ്ങ് വിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം അദ്ദേഹം എന്നെ തെറി വിളിച്ചു കഴിഞ്ഞാലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ മീ. എൻ്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് എൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് എന്നെ തെറി വിളിച്ചു കഴിഞ്ഞാൽ അതാരായാലും അവൻ്റെ കവാലക്കുറ്റി ഞാൻ അടിച്ച് പൊട്ടിച്ചിരിക്കും. പക്ഷെ അങ്ങനെ ആരും ചെയ്യുന്നില്ലല്ലോ. നമ്മളൊരു സ്ഥലത്ത് നടക്കുന്ന സമയത്ത് നമ്മളെന്താണെന്നുള്ളത് നമുക്കറിയാം. അത് ഞാൻ മറ്റുള്ളവരെ കൺവീനിയൻ്റ് ആവശ്യമില്ല. എനിക്കറിയാം ഞാൻ എന്താണ് മറ്റെന്താണ്. അപ്പോൾ ഇതുപോലുള്ള ആളുകൾ ഇതിപ്പം പരസ്യമായിട്ട് പറഞ്ഞു, പലരും പരസ്യമല്ലാതെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ടല്ലോ ഈ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കമൻറ്റുകളൊക്കെ നമ്മൾ കാണുന്നത്. ഇവരൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പോസിറ്റീവ് വൈബ് വേറെ എവിടെയെങ്കിലും പോകും, വിഷൻ പോവും എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു വ്യക്തിയാണ്. ഒരുത്തിനെ കുറിച്ച് ഞാൻ ഇപ്പം പലരും യൂട്യൂബേഴ്സ് പലരും നമുക്ക് ട്രോൾ അതൊക്കെ ചെയ്യുമായിരിക്കും. അത് അവരുടെ വയറ്റപ്പിഴപ്പാണ്. അവർ ജീവിച്ചു പോട്ടെ. അതിനെ ഞാനത് എടുത്തിട്ട് ചിന്തിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടും, എൻ്റെ കഥയിലൊരു ഐഡിയ കിട്ടുമോ? ഇല്ല. പിന്നെ എന്തിനു ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? അപ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവം കഴിഞ്ഞ് എൻ്റെ അടുത്ത ആൾക്കാർ എന്നോട് പറയണം, എൻ്റെ പല സുഹൃത്തുക്കളും പറയും നിങ്ങളാണ് കറക്റ്റ്, പറയാനുള്ളത് ഫേസ്ബുക്ക് ലൈവിലും കയറിയിരുന്നെങ്കിൽ പറയും, അത് ഞാൻ എൻ്റെ പാട്ടിലങ്ങ് പോകും. അതിൻ്റെ താഴത്ത് എന്ത് കമൻറ്റ് വരുന്നു, എത്ര വരുന്നു എന്നുള്ളത് ഐ ഡോണ്ട് ഈവൻ ബോദർ. ലൈവിലിരിക്കുമ്പോൾ ചില കമൻറ്റുകൾ നമുക്ക് കാണാം, അവർക്ക് ചിലപ്പോൾ മറുപടി കൊടുക്കും. ബാക്കി അതിൻ്റെ നെഗറ്റീവാണോ പോസിറ്റീവാണോ? എൻ്റെ അഡ്മിനുണ്ട്. അഡ്മിൻ പണ്ടൊക്കെ ഷീ യൂസ് ടു ഗെറ്റ് എക്സൈറ്റഡ്, മക്കളെ ഇത് ഇങ്ങനെയാണോ അങ്ങനെ. ഞാൻ പറഞ്ഞത് എനിക്ക് വല്ല പ്രാന്തമുണ്ട്, നീ എന്തിനാ അതൊക്കെ വായിക്കാൻ പോകുന്നത്? അവസാനം ഷീ ആൾസോ സ്റ്റോപ്ഡ്. സോ നമുക്ക് പറയാനുള്ളത് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോകും. ഇപ്പം ഇദ്ദേഹത്തെ പോലെ ഒരാൾ മേജറായി ശമ്പളത്തിന് അത് ആ ശമ്പളത്തിനായിരുന്നു ഞാൻ പോയത്. പക്ഷെ ഞാനറിയാതെ ഞാൻ ഒരു ദേശസ്നേഹി ആയത് എങ്ങനെയെന്നുള്ളത് അത് അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയം ഞാൻ ചിലവാക്കുന്നില്ല. കാരണം മനസ്സിലാവില്ല അത്. ഈ ദേശസ്നേഹം എന്ന് പറയുന്നത് വെറും പട്ടാളത്തിൽ പോയതുകൊണ്ടുള്ളതല്ല. തന്നെപ്പോലെ ഒരുത്തനും ദേശസ്നേഹം ഉണ്ടായിരിക്കണം. അത് താൻ ചെയ്യുന്ന പ്രവൃത്തിയിലാണ്. തന്നെക്കൊണ്ട് മറ്റൊരാൾക്കൊരു ഉപദ്രവമില്ലാതെ ജീവിക്കുന്നതിനൊരു ദേശസ്നേഹിയാണ്. താൻ കൊണ്ട് ഒരു കാർ കൊണ്ടുപോയിട്ട് നടു റോഡിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ക്രിയേറ്റിംഗ് പ്രോബ്ലം ഫോർ അതേഴ്സ്. പിറകിൽ വരുന്ന ആംബുലൻസിന് പിന്നീട് താൻ പറയും ഞാനൊരു സിഗരറ്റ് വലിച്ചിട്ട് വരട്ടെ 1 മിനിറ്റ് എന്ന് പറഞ്ഞൊരു വണ്ടി അവിടെ നിർത്തിപ്പോയി കഴിഞ്ഞാൽ ഈ 1 മിനിറ്റിൻ്റെ ഉള്ളിലേക്ക് ആംബുലൻസ് വരുന്നു. ഈ ആംബുലൻസ് തൻ്റെ കാർ മാറ്റാൻ വേണ്ടി അവിടെ 30 സെക്കൻഡ് മാറിയുന്നു. ആ 30 സെക്കൻഡിൽ ജീവൻ പോകും. ഇവിടെയാണ് രാജ്യസ്നേഹം. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഉപദ്രവകാരി ആവരുത്. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് മറ്റുള്ളവനെ വേദനിപ്പിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാണ്? അല്ലെങ്കിൽ ഞാനെന്തോ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ഇൻ്റലക്ച്വലാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പലതും പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസ്നേഹത്തിനെ വ്യാഖ്യാനിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്കൊന്നും നമ്മൾ മറുപടി കൊടുക്കരുത്. ഞാനിതിന് എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഐ ഗോട്ട് ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. ഇവരോടൊക്കെ ചോദിച്ചു നോക്കും, ഇവർ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ ഇങ്ങനെ കുറവ് വെളിപ്പടിക്കുക എന്നുള്ളതല്ലാതെ, ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറയുക എന്നുള്ളതല്ലാതെ നിങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്യുന്നത് എന്താണെന്നുള്ളത് എനിക്കറിയാം.